എന്തുട്ടാണ് ഈ കുറി ചിട്ടി എന്നൊക്കെ പറയുന്ന സാധനം? ഇത് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ഫണ്ട് പൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയാണ് നമ്മൾ 100 മാസം കൊണ്ട് പൂൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും 1,000 രൂപ വെച്ച് 100 മാസത്തേക്ക് അടയ്ക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 100 ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു 50 ഓപ്ഷനോ അത് ഈ മെമ്പേഴ്സിന്റെ എണ്ണവും കുറിയുടെ എണ്ണമൊക്കെ വെച്ചിട്ട് അവർ തീരുമാനിക്കും. എന്നിട്ട് അവർ ഈ ഓപ്ഷൻ നടത്തും. ഈ ഓപ്ഷൻ ബാക്കിലേക്കാണ് വരിക. അതായത് 1,00,000 നിന്ന് താഴത്തേക്ക് 1,00,000, 99,000, 98,000 അങ്ങനെ ബാക്കിലേക്ക് വരും. അങ്ങനെ ഒരു എമൗണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് മെമ്പേഴ്സിൽ ഒരാൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ആ ആള് ആ എമൗണ്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് ഇതൊരു 78,000-നൊക്കെയാണ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി 22,000 ഏകദേശം അതിന്റെ എക്സ്പെൻസസ് ആയിട്ട് വരും. ഇങ്ങനെ ഓപ്ഷൻ വഴി വരുന്ന ഈ ഡിസ്കൗണ്ടിനെ മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അടുത്ത പേയ്മെന്റ്സിൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കും. അതേപോലെ തന്നെ ചില ചിട്ടികൾ അത് അവരുടെ മാനേജ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാറുണ്ട്. ഇത്രയുള്ള ബേസിക്കലി ഇതിനെ മനസ്സിലാക്കാനായിട്ട്.